ഞാൻ മമ്മൂക്കയായിട്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും നിൽക്കുമ്പോഴുള്ള പരിചയമാണ്. മമ്മൂക്കയും ഞാനായിട്ടുള്ളൊരു ബന്ധം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ പലരുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ കൂടി മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ഒരു നടൻ എന്നതിലും ഉപരി എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എന്നോട് ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരിക്കലും എന്നോട് പറയണ്ട എത്രയും പെട്ടെന്ന് നീ സ്വതന്ത്ര സംവിധായകനാണ്, ഒരു കഥ ഉണ്ടാക്കുക, ഒരു ഡേറ്റും കാര്യങ്ങളും സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് എപ്പോൾ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് ഒരിക്കലും എന്നോട് സൂചിപ്പിക്കേണ്ടായിരുന്നു. അതിന് ശേഷമൊക്കെയാണ് ഞാൻ സ്വന്തം സംവിധായകനായ ശേഷം ആണ് ഞാൻ മമ്മൂക്കയെ വെച്ചിട്ട് 2-3 പടം ചെയ്തതിന് ശേഷമാണ് ഞാൻ മമ്മൂക്കയെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് പല്ലാവൂർ ദേവനാരൻ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അത് തികച്ചും എനിക്ക് ഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞില്ലേ നമ്മൾ ഒരു നടൻ എന്നതിലുപരി ഞാൻ മമ്മൂക്കയിൽ കാണുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ്. ഹൃദയത്തിൻ്റെ ഒരു വിശാലത, ശുദ്ധി, ഒരു സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതി, ഇതിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. മമ്മൂക്ക വെച്ച് ഞാൻ 3 സിനിമകളാണ് ചെയ്തത്. പല്ലാവൂർ ദേവനാരായണൻ, വേഷം, ബസ് കണ്ടക്ടർ. ഈ 3 സിനിമകളും തികച്ചും വ്യത്യസ്തമായ 3 കഥകളായിരുന്നു. കാരണം പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവർക്കും അറിയുന്ന പോലെ അതിൻ്റെ കഥയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ചെണ്ട വായനക്കാരനായ ഒരു തായമ്പക വിദ്വാൻ്റെ വേഷത്തിലായിരുന്നു നമുക്ക് അതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ. തികച്ചും മമ്മൂക്കയിൽ നിന്നും ആരും അത്ര ഒരു ക്യാരക്ടർ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അന്നത്തെ ആ സമയത്ത്. മമ്മൂക്കാരൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, ആ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ ഇത് ഞാൻ ചെയ്യണോ വേറെ ആരെങ്കിലും ചെയ്താലല്ലേ നിൽക്കുള്ളൂ എന്നൊക്കെ അന്ന് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ വേഷത്തിലെ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് പറഞ്ഞ പോലെ കുടുംബ സദസ്സുകൾ ഏറ്റുവാങ്ങിയൊരു സിനിമയാണ് ഒരു കുറച്ച് കാലത്തിന് ശേഷം. കാരണം അദ്ദേഹത്തെ ആരും ഇഷ്ടപ്പെട്ടു. അത്തരം ചില വേഷങ്ങളാണ് നമുക്ക് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താനും കുടുംബ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഇത്തരം വേഷങ്ങളാണ്. ഇപ്പോൾ വാത്സല്യത്തിൻ്റെ വേഷമായാലും അതുപോലെ തന്നെ അത് പല വേഷങ്ങളും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു നമുക്ക് ചെയ്തിരിക്കുന്ന ഈ വേഷം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പു എന്ന ക്യാരക്ടർ, എല്ലാവരും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചൊരു വേഷമാണ്. ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം വളരെ വളരെ ഒരു കുടുംബം നോക്കി നടത്തുന്ന, കുടുംബത്തിനെ ഒതുക്കി നടത്തുന്ന ഒരു വാത്സല്യനിധിയായ ഒരു ഏട്ടൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആ ക്യാരക്ടർ അതിമനോഹരമായിട്ട് അദ്ദേഹം വളരെ അനായാസേന ഫലിപ്പിച്ച ഒരു ക്യാരക്ടറാണ്. അതുതന്നെയായിരുന്നു ഈ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ സിനിമയിലെ കുഞ്ഞാക്കയുടെ ക്യാരക്ടർ. തികച്ചും മലബാർ ബേസ്ഡ് ഒരു കഥ, ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ളൊരു കഥയാണ്. അത് തികച്ചും മലബാർ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ അത് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്ന ഒരു സിനിമയായിരുന്നു അത് ബസ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ 3 സിനിമകളിലൂടെയും എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ ഞാൻ മനസ്സിലാക്കിയത് 3ഉം വർക്ക് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ സഹകരണ മനോഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കംഫർട്ടബിളാണ്. കാരണം എപ്പോഴും ഇണങ്ങുകയും ചെയ്യുന്ന ഒരു 2 വ്യക്തികളാണ് ഞാനും മമ്മൂക്കയും എന്ന് പറയുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും എല്ലാ സമയങ്ങളിലാണെങ്കിലും സംസാരത്തിൻ്റെ ഇടവേളകളിലാണെങ്കിലും കൂടി, പ്രത്യേകിച്ച് ഷൂട്ടിംഗ് സെറ്റുകളിൽ പല കാര്യങ്ങളിലും ഞാനും മമ്മൂക്കയായിട്ട് ചെറിയ എന്നാൽ ചെറുതല്ലാത്ത വലിയ പിണക്കങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് പറഞ്ഞ് തീരും, ഒരു 5 മിനിറ്റിനുള്ളിൽ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന പിണക്കങ്ങളാണ്. അപ്പോൾ എന്തും മമ്മൂക്കയുടെ പ്രകൃതം എന്ന് പറയുന്നത് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതാണ് ആ മനസ്സിൻ്റെ ശുദ്ധത എന്ന് പറയുന്നത്. ഒരു കള്ളത്തരവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതം. അതുപോലെ തന്നെ സംവിധായകനെ എത്രത്തോളം കംഫർട്ടബിൾ ആവണം, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എത്രത്തോളം കംഫർട്ടബിൾ ആവണം എന്നുള്ളൊരു ചിന്താബോധം മമ്മൂക്കയ്ക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ പറയുകയാണെങ്കിൽ കൂടി ഞാനങ്ങനെ പലതും പറയാക്കുക, നീ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതൊക്കെ അൾട്ടിമേറ്റ് അവസാനം ഡയറക്ടർ തലയിലാണ് വരിക. അതൊക്കെ ഡയറക്ടർ നോക്കിക്കോണം. ഞാൻ പലതും പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നത് എന്താ വെച്ചാൽ അത് നിങ്ങൾ കൺഫേം ആണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസനീയത, നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് ഓരോ പുതിയ സിനിമ ചെയ്യുന്ന പോലെ അനുഭവമാണ്. കാരണം എന്നെ നിങ്ങളൊരു സൂപ്പർ സ്റ്റാറായിട്ടോ അല്ലെങ്കിൽ
ഒരു ഭരത് അവാർഡ് കിട്ടിയിരിക്കുന്ന നടനായിട്ടൊന്നും കാണുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ നടനായിട്ട് തന്നെ നിങ്ങളെപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്നെപ്പോഴും മമ്മൂക്ക എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ സുഹൃത്തെന്ന നിലയിലും ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിലൊക്കെ പലപ്പോഴും ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങളും പലപ്പോഴും ഞാൻ മമ്മൂക്കയോട് ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പലതും എവിടെ എത്തി, എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, കുട്ടികൾ പഠിക്കുക, അങ്ങനെ നിരന്തരം ഞങ്ങൾ എപ്പോഴും. പിന്നെ ഏറ്റവും കൂടുതൽ സംഭവിച്ചാൽ ഏറ്റവും ഞാൻ കണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഫോൺ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് എത്ര തിരക്കുണ്ടെങ്കിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, അതിന് മറുപടി തരുന്നു. അത് വളരെ 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 സൗമ്യം, എത്ര തിരക്കിലാണെങ്കിൽ വളരെ സൗമ്യമായി സംസാരിക്കുന്നു. ഇനി അഥവാ ഭീകരമായ തിരക്കിലാണെങ്കിൽ, ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിൽ പോലും അത് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് വിത്തിൻ സെക്കൻഡ്സിൽ തിരിച്ചു വിളിക്കുക. അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു വ്യക്തി വൈഭവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലരുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എടുക്കില്ല. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ കലാകാരൻ എന്ന രീതിയിൽ അത്തരം ചില റിയാക്ഷൻസ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കലാകാരന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ മമ്മൂക്കയിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. മിസ് കോൾ കണ്ടാൽ അത് അന്ന് മമ്മൂക്ക തിരിച്ചു വിളിച്ചിരിക്കും. അതൊക്കെ ഏറ്റവും വലിയ കാര്യമാണ്. അതൊക്കെ നമുക്കുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ എൻ്റെ സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന പെൺപട്ടണം പോലും കണ്ടിട്ട് മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് മമ്മൂക്ക എന്നോട് പറഞ്ഞു, മനോഹര അസലായിരിക്കുന്നു, ഇത്തരം സിനിമകൾ നീ ചെയ്യണം, നന്നായിരിക്കുന്നു, നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയും ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു നടൻ, ഒരു സംവിധായകൻ എന്നതിലുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഏട്ടനും സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പോലെ ദൃഢവും വളരെ വളരെ ശക്തവുമായ ഒരു ബന്ധമാണ് ഞാൻ മമ്മൂക്കയായിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മമ്മൂക്ക ചെയ്ത ഫസ്റ്റ് സിനിമ പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറഞ്ഞു. അതിലൊരു സീനുണ്ട്, മറ്റേ സംഗീത അത് മമ്മൂക്കയുടെ വൈഫായിട്ട് അഭിനയിച്ച അവർ മരിച്ചു കിടക്കുന്നൊരു സീനുണ്ട്. ആ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അത് തകർത്ത് പെയ്യുന്ന മഴയിലായിരുന്നു ആ സീക്വൻസ് വർക്ക്. ആ മഴയുടെ മൂഡിലാണ് ആ സീക്വൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ മുഖം ആ സമയത്ത് നമ്മൾ ആ ഷോട്ടിൽ ശ്രദ്ധിച്ചാൽ പോലും അറിയും, മമ്മൂക്ക ലൊക്കേഷനിൽ വന്നിറങ്ങുന്നത് തന്നെ പനിച്ച് വിറച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, വേണ്ട നമുക്കത് മാറ്റി നിർത്താം. അപ്പം മമ്മൂക്കയോട് പറഞ്ഞു അത് വേണ്ടാൻ പറ്റില്ല, കാരണം ഇത്രയും ആൾക്കാർ ഇത്രയും റെയിൻ സെറ്റപ്പും കാര്യങ്ങളായി നിൽക്കുന്ന സമയത്ത് മാറ്റി നിർത്താൻ നിന്നെ ശ്രമിച്ചാൽ പറ്റില്ല, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മഴയത്ത് പുള്ളി അത്രയും ഭീകരമായ പനി വകവയ്ക്കാതെ ആ സീന് പിടിച്ച് തള്ളലും വെള്ളത്തിൽ വീഴലും അങ്ങനത്തെ ഭീകരമായ ഒരു വലിയ സീക്വൻസ് ആയിരുന്നു. അത് പല റീടേക്കുകളും പല ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടും എല്ലാമായിട്ട് പലപ്പോഴും റീടേക്കുകൾ വരെ വേണ്ടി വന്നു ആ സീക്വൻസിലെടുക്കുക. ആ സീക്വൻസിൽ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി ഓരോ ഷോട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ പുതച്ച് മൂടി അവിടെ നിന്ന് ഇങ്ങനെ വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടും അത് എന്നെ സംബന്ധിച്ചുള്ള വളരെ എക്സ്പീരിയൻസ്. മറ്റാരെങ്കിലും ആയിട്ടും കഴിയും, സോറി എനിക്ക് പറ്റില്ല, എനിക്ക് ഇപ്പോൾ ഇത് അഭിനയിക്കാൻ ഇതിൽ ആരാണെങ്കിലും ആ സീക്വൻസ് മാറ്റിയൊക്കെ പറയാം. അത്തരം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ സ്വന്തം ആരോഗ്യത്തിൻ്റെ നില പോലും, അല്ലെങ്കിൽ ഇത്രയൊരു അസുഖത്തിൻ്റെ കാര്യം പോലും അതെല്ലാം മറന്നുകൊണ്ട് ആ സീനെടുക്കാൻ വേണ്ടി അദ്ദേഹം സഹകരിച്ച കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി പല്ലാവൂർ ദേവനാരായണൻ. കാരണം അത്രയും 100 പടങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന മമ്മൂക്ക അതുവരെ സിനിമയിൽ പാടിയിട്ടില്ല. സ്വന്തം വോയിസിൽ ആദ്യമായിട്ട് പാടുന്നത് എൻ്റെ പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറയുന്ന സിനിമയിലാണ്. പലരും പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് പാടാൻ അറിയില്ല, അല്ലെങ്കിൽ മമ്മൂക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, ആ ഒരു താളത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയും. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് രവീന്ദ്രൻ്റെ സംഗീതത്തിൽ മമ്മൂക്ക മനോഹരമായി പാടിയൊരു പാട്ടുണ്ട്. ആ പാടിയിട്ട് ആ പാട്ടിന് പുള്ളി തന്നെ നൃത്തം വയ്ക്കുന്നത് ശിവാജി കാട്ടിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. ആ ചളിയിലിരുന്ന് വെള്ളമടിച്ച് ഡാൻസ് ചെയ്ത് പാട്ടും പാടി അദ്ദേഹം സ്വന്തം വോയിസ് തന്നെ അതിൽ തന്നെ പാടി അഭിനയിച്ച ആദ്യ ചിത്രം എന്ന് പറയുന്നത് അത് പല്ലാവൂർ ദേവനാരായണൻ തന്നെ. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ മമ്മൂക്കയിലൊരു ഗായകനെ എനിക്ക് പല്ലാവൂർ ദേവനാരായണനോട് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ട്.